ടൈമിൽ നമുക്ക് ഒരുമിച്ച് ചേരാൻ സാധിച്ചത് ദൈവത്തിന്റെ മഹത്തരമായ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ഇന്നത്തെ ഈ സൂം പ്രോഗ്രാം ഞാൻ ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിൽ കൽക്കത്തയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉള്ളിൽ ബർദമാൻ എന്ന സ്ഥലത്ത് നിന്നിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയൊരു സാധ്യതയാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആക്കപ്പെടുന്നത്. ലോകത്ത് എവിടെ ഇരുന്നാലും ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും ഒന്ന് ഒരുമിച്ച് ചേരാൻ, ഒരു ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ, പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ വളരെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം നമുക്കിന്ന് സൂമിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ ഈ സൂം ടെക്നോളജിയുടെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം മാത്രമാണ് ഈ സൂം ടെക്നോളജിക്കുള്ള തുടക്കം. ആശയത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ കാമുകിയെ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരുമിച്ച് ചേർക്കുക എന്ന സംഗതി മാത്രമായിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹം ഈ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില തോന്നലുകൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട തോന്നലുകളായിരുന്നു പിന്നീട് സൂമിനെ ലോകം എമ്പാടും അറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലേക്ക് ആക്കി തീർത്തത്. തീർച്ചയായും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ടെക്നോളജിയുടെ ചില ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്, ടെക്നോളജിയുടെ ചില സാധ്യതകളെ കുറിച്ചിട്ടാണ്. വലിയ മാറ്റങ്ങൾ ലോകത്ത് സംഭവിപ്പിക്കാൻ സാധ്യതയുള്ള ചില മാറ്റങ്ങൾ, ചില തയ്യാറെടുപ്പുകൾ, ചില കണക്ക് കൂട്ടലുകൾ, ഇത് മാത്രമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ സബ്ജക്റ്റിൽ ആധികാരികമായിട്ടുള്ളത്. പക്ഷെ അത് തയ്യാറാക്കി വച്ചിരിക്കുന്ന രൂപത്തിൽ, അതിൻ്റെ ക്രമത്തിൽ, അതിൻ്റെ സാങ്കേതിക മികവിൽ ഒരുപാട് അവസരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ അവസരങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ മീറ്റിംഗിൽ പറയുന്ന ഓരോ പോയിന്റും വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട്, ഈ മീറ്റിംഗിൽ പറയുന്ന ഓരോ സംവിധാനത്തെക്കുറിച്ചും കൃത്യമായി പഠിച്ചുകൊണ്ട്, വളരെ കൃത്യമായ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരു ചിട്ടയായ പ്രവർത്തനം ആർക്കെല്ലാം കാഴ്ചവെക്കാൻ പറ്റുമോ അവരെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ ഒരൊറ്റ സിസ്റ്റത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സോ ഒരു സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ ക്ഷണിച്ചപ്പോ ഈ മീറ്റിംഗ് ഹോളിൽ കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് കിടക്കുന്നു. ചെതർ ഓഷ്യൻ. ലോകത്ത് 2024 മാർച്ച് 20 മുമ്പ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇല്ല. www.chetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഇതിന്റെ എല്ലാ ആധികാരിക ഇൻഫോർമേഷൻസും നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഈ ഇൻഫോർമേഷൻസിൽ കൃത്യമായ ചില ക്ലാരിറ്റികൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് മാത്രം. അതുകൊണ്ടാണ് ഇത്തരം സൂം പ്രോഗ്രാമിലേക്ക് നമ്മൾ ഒഴുകി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ഓടിയെത്തുന്നത്, ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളുമായി സംവദിച്ചുകൊണ്ട് ഇതിന്റെ ആധികാരികമായ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായും ലൈഫിനെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതെങ്ങനെ, ഏതെല്ലാം തരത്തിൽ? അതിനുവേണ്ടി അവർ തയ്യാറാക്കിയിരിക്കുന്ന ഓരോ ആശയത്തെയും പാരമ്പര്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതിന്റെ റിയൽ പൊട്ടൻഷ്യൽ, ഇതിന്റെ റിയൽ ഡെപ്ത് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുക. അല്ലെങ്കിൽ കേവലം ഒരു എട്ടാം ക്ലാസ്സുകാരന് മാത്രം മനസ്സിലാകുന്ന ഒരു മാത്തമാറ്റിക്സിൽ എന്താണ് ഉള്ളത് എന്ന ചിന്തയിലൂടെ നമ്മൾ ഒരുപക്ഷെ ഈ സിസ്റ്റത്തെ സീരിയസ് ആയിട്ട് കാണണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും, അടുത്തറിയാൻ ശ്രമിക്കും തോറും, ഡെപ്തിൽ പഠിക്കും തോറും ചെതർ ഓഷ്യൻ എന്ന സിസ്റ്റം ബിസിനസ് സാമ്രാജ്യത്തിൽ ഒരുപാട് സാധ്യതകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ സാധ്യതയിലേക്കെല്ലാം കടന്നു വരണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ആവശ്യമാണ്. കാരണം ടെതർ ഓഷ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത് Web20 ബ്ലോക്ക് ചെയിനിലാണ്. അതിനുവേണ്ടി നമ്മുടെ വാലറ്റ് നമുക്ക് യൂസ് ചെയ്തേ പറ്റൂ. ആ വാലറ്റ് ആണ് ടോക്കൺ പോക്കറ്റ്. ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റിൽ
BP ചെയിൻ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ഈ സിസ്റ്റത്തെ തയ്യാറാക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടോക്കൺ പോക്കറ്റ് എന്ന വാലറ്റിനെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിനു ശേഷം ആ പ്ലേ സ്റ്റോറിൽ ഏറ്റവും താഴെ സെർച്ച് ഓപ്ഷനിൽ ജസ്റ്റ് ടോക്കൺ പോക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ടോക്കൺ പോക്കറ്റിനെ അവിടെ കാണിച്ചു തരും. ആ ടോക്കൺ പോക്കറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ TP എന്ന എംബ്ലം ഉള്ള ടോക്കൺ പോക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ടോക്കൺ പോക്കറ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പലതരത്തിലുള്ള പേരുകൾ നമുക്ക് കണ്ടേക്കാം. കൺഫ്യൂഷൻ തീർക്കാൻ അതിന്റെ എംബ്ലം TP എന്നായിരിക്കണം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അവിടെ ഓപ്പൺ എന്നാണ് കാണുന്നത്. എന്നാൽ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് അവിടെ ഇൻസ്റ്റാൾ എന്ന് കാണും. ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. സോ ടോക്കൺ പോക്കറ്റ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ കീ ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ആ ടോക്കൺ പോക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുക. BNB ചെയിൻ എന്ന വാലറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് വാലറ്റ് എന്ന് കൊടുക്കാം. അവിടെ ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പേര് കൊടുക്കാം. ആ പേര് നമ്മുടെ പേര് തന്നെ വേണ്ടി കൊടുക്കാം. അല്ല ഈ പ്രൊജക്ടിന്റെ പേരായ ടെതർ ഓഷ്യൻ ടോവ എന്ന് വേണ്ടി കൊടുക്കാം. അല്ല ഈ ടെക്നോളജിയുടെ പേരായ വുഡ എന്ന് കൊടുക്കാം. വുഡ എന്ന് പറയുന്നത് വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്, വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്. അതാണ് അതിന്റെ ഷോർട്ട് ഫോം, വുഡയുടെ എക്സ്പാൻഷൻ. സോ വാല്യൂ ഓഫ് ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ 24 മണിക്കൂറിൽ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയെ കുറിച്ച് ഒന്ന് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 24 മണിക്കൂറിൽ ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയിൽ സംഭവിച്ചത് വലിയൊരു നഷ്ടം തന്നെയാണ്. ആ നഷ്ടത്തിൽ ഏകദേശം 2,42,075 ആളുകൾക്ക് അവരുടെ ട്രേഡിൽ വച്ചിരുന്ന പണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. അതിന്റെ ടോട്ടൽ വോളിയം പറയുന്നത് 1.03 ബില്യൺ USDT എന്നാണ്. 1.03 ബില്യൺ USDT വലിയ സംഖ്യയാണ് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ. പക്ഷേ ആ 24 മണിക്കൂറിൽ ആ പണം നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടത് പൂർണ്ണമായിട്ടും ട്രേഡ് ചെയ്യപ്പെട്ട എക്സ്ചേഞ്ചുകളിലാണ്. അത് എക്സ്ചേഞ്ചിന്റെ കുഴപ്പം കൊണ്ടല്ല, അവർ ട്രേഡ് ചെയ്ത ട്രേഡ് അവരുടെ കാൽക്കുലേഷന് വിരുദ്ധമായി പോയത് കൊണ്ട് മാത്രമാണ്. അവർ ലാഭം പ്രതീക്ഷിച്ച് തന്നെയാണ് ട്രേഡിലേക്ക് വന്നത്. അത്രയും വലിയൊരു എമൗണ്ട് അവർ ട്രേഡിലേക്ക് കൊണ്ടുവരുമ്പോൾ $1.03 ബില്യൺ ട്രേഡ് അവിടെ നടക്കുമ്പോൾ ഈ 2,42,075 ആളുകളുടെയും പ്രതീക്ഷ മുഴുവൻ അതിൽ ലാഭം കിട്ടുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ചിന്തകൾക്ക് വിരുദ്ധമായി മാർക്കറ്റ് പോയപ്പോ മാർക്കറ്റ് കൊളാപ്സ് ആയി. ആ ലോസ് സംഭവിച്ചു. ആ പണം ഇനി ഒരിടത്തും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അവർ ആ പണം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും പണം കണ്ടെത്തി ട്രേഡിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലൂടെ കണ്ടെത്തേണ്ടി വരും. എന്നാൽ വുഡ എന്ന ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ ഇങ്ങനൊരു സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. വുഡ ടെക്നോളജി എപ്പോഴും വില കുറയുന്ന ഒരു സ്വഭാവം കാണിക്കില്ല, വില കയറുന്ന സ്വഭാവം മാത്രമേ കാണിക്കൂ. അതെങ്ങനെ? ഇതറിയണമെങ്കിൽ ഈ വാലറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. സോ വുഡ എന്ന് കൊടുത്തു, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തു, ആ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്തു, അത് ക്രിയേറ്റ് വാലറ്റ് എന്ന് കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 12 വാക്കുകൾ കാണിക്കും. ആ വാക്കുകളെല്ലാം കൊടുത്ത് ഇതുപോലെ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാൻ ആ സ്റ്റെപ്പിലേക്ക് പോകാത്തതിന്റെ കാരണം അത് നമുക്കറിയാവുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ സമീപിച്ചാൽ ടോക്കൺ പോക്കറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, BNB ചെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിരവധി വീഡിയോകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമായ ട്രാൻസാക്ഷൻ ഫീസ് BNB എന്ന കറൻസിയുടെ രൂപത്തിൽ വെക്കുക. ഞാൻ എൻ്റെ വാലറ്റിൽ എപ്പോഴും കൂടുതൽ BNB വെക്കാറുണ്ട്. ഇപ്പൊ ഏകദേശം $48 BNB എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. എന്തിനുവേണ്ടി വെച്ചെന്ന് ചോദിച്ചാൽ, ഗ്യാസ് ഫീക്കുള്ള എമൗണ്ട് എപ്പോഴും കൂടുതൽ വെച്ചാൽ അത് ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ സിസ്റ്റം ഉപയോഗിച്ച് പോകത്തുള്ളൂ. വളരെ കുറച്ചാണ് വയ്ക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ടെക്നോളജിയുടെ ആ സാധ്യത ഞാൻ മനസ്സിലായപ്പോൾ കൂടുതൽ BNB ഞാൻ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. കഴിവുള്ളവർ അത് ചെയ്യുക. മിനിമം ഒരു 5 USDT എങ്കിലും BNBക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിൽ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. അതിനാവശ്യമായി വേണ്ടത് USDT ആണ്. USDT എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ ടേംസിൽ പറയുമ്പോൾ ഏതാണ്ട് 90 രൂപ റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതിന്റെ വാല്യൂ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് tetherocean.com. സോ ഡിസ്കവർ എന്ന മെനു പോയി tetherocean.com-ൽ കയറുമ്പോൾ നിങ്ങളുടെ സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ ആരാണോ അവർ തന്ന ഒരു രജിസ്ട്രേഷൻ ലിങ്കിലൂടെ കയറി പോകുമ്പോൾ ഇതുപോലെ ഒരു രജിസ്ട്രേഷൻ പേജ് കയറി വരും. ആ രജിസ്ട്രേഷൻ പേജിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാലറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, വുഡ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഓൾറെഡി കൊടുത്ത ഒരു വാലറ്റ് പേര് കൊടുത്താൽ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യത്തില്ല.
സോ വുഡ എന്ന് കൊടുക്കുമ്പോൾ ആരെങ്കിലും വുഡ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ അത് ലഭിക്കുകയില്ല. സോ വുഡയുടെ കൂടെ നമ്മൾ നമ്പർ കൊടുത്താലും മതി, 1 2 3 4 5 അങ്ങനെ കൊടുത്താലും മതി. ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് അത് കൊടുക്കുക എന്ന് മാത്രമേ സിസ്റ്റം പറയുന്നുള്ളൂ. ബാക്കി റെഫറലും എമൗണ്ടും എല്ലാം ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാകും. രജിസ്റ്റർ കൊടുക്കുക. ഇപ്പൊ ഈ വിൻഡോയിൽ അത് കാണുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ഒരാളാണ്. രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. സോ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് ഡാഷ്ബോർഡ് വരും. ഡാഷ്ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ബൈ പ്രൈസും ഒരു സെൽ പ്രൈസും. ഈ ബൈ പ്രൈസും സെൽ പ്രൈസും എങ്ങനെ വരുന്നു? ഇങ്ങനെ ഒരു ബൈ പ്രൈസും സെൽ പ്രൈസും നമ്മൾ പല പ്ലാറ്റ്ഫോമിലും കണ്ടിട്ടുണ്ട്. എക്സ് എന്നൊരു കോയിൻ ഞാൻ ഒരിക്കൽ ഉപയോഗിച്ചു, അതിന്റെ വിലയും $10 എന്നായിരുന്നു. വൈ എന്നൊരു കോയിൻ എന്റെ കയ്യിലുണ്ടായിരുന്നു, അതിന്റെ വില $5 എന്നായിരുന്നു. XYZ എന്നൊരു ടോക്കൺ എന്റെ കയ്യിലുണ്ടായിരുന്നു, അതിന്റെ വിലയും $24 എന്നായിരുന്നു. ഒരു NFT എന്റെ കയ്യിലും ഉണ്ടായിരുന്നു, അതിന്റെ വില $10 എന്നായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ വില എങ്ങനെ വന്നു? എങ്ങനെയാണ് ഈ വില നിർണ്ണയിക്കപ്പെട്ടത്? ഇതൊരു ചോദ്യമായി ചോദിച്ചാൽ പലപ്പോഴും ഇതുവരെയുള്ള പല പ്ലാറ്റ്ഫോമിലും ഉത്തരമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊരു പേര് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ചതുരോഷന് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. 2.138229 എന്ന ബൈ പ്രൈസ് അത് വന്നത് ഈ സിസ്റ്റത്തിൽ കാണുന്ന ഈ ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ കോയിൻ എന്ന സംഖ്യ ഉപയോഗിച്ചിട്ടാണ്. ലിക്വിഡിറ്റിയെ യൂണിറ്റിന്റെ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ മാത്രം ഒരു ബൈ പ്രൈസ് വരികയുള്ളൂ, അല്ലാതെ ബൈ പ്രൈസ് വരികയില്ല. അപ്പൊ ഈ ലിക്വിഡിറ്റി യൂണിറ്റ് നമ്പർ അതെന്താണ്? ചതുരോഷൻ എന്ന ബേസ് പ്ലാറ്റ്ഫോം, ആ ബേസ് പ്ലാറ്റ്ഫോം തുടങ്ങുന്നത് 2024 മാർച്ച് 20-നാണ്. ഈ സമയത്തോടെ ഫൈനൽ കോയിന്റെ എണ്ണം 0 ആയിരുന്നു, ലിക്വിഡിറ്റിയും 0 ആയിരുന്നു. ബൈ പ്രൈസ് ആയിട്ട് അന്ന് ഉണ്ടായിരുന്നത് 0.01 എന്നായിരുന്നു. അപ്പോ ലിക്വിഡിറ്റി ഡിവൈഡ് ബൈ യൂണിറ്റ് നമ്പർ ആണ് ബൈ പ്രൈസ് എങ്കിൽ 0 ഡിവൈഡ് ബൈ 0 അല്ലേ വരേണ്ടത്? അതെ, തുടക്കത്തിൽ 0.01 എന്നൊരു പ്രിഫിക്സ് ആയിട്ടുള്ള വാല്യൂ മാത്രമായിരുന്നു. അന്ന് സെൽ പ്രൈസ് 0 ആയിരുന്നു, കാരണം ഒന്നും വിൽക്കാനില്ല. വിൽക്കാനുണ്ടെങ്കിൽ മാത്രമാണ് സെൽ പ്രൈസിന്റെ ആവശ്യമുള്ളൂ. സിസ്റ്റത്തിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ നടക്കുന്നു 2024 മാർച്ച് 21-ന്. $100 കൊണ്ടാണ് സംഭവിക്കുന്നത്. സിസ്റ്റം ചെയ്യുന്നത് ആ $100 52% ചെയ്യപ്പെട്ടു. അപ്പോ ഈ 4,32,000 സ്ഥാനത്ത് അവിടെ വന്നത് വെറും 52 എന്നായിരുന്നു. പകരം യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. ആ $100 35% വരെയുള്ള യൂണിറ്റ്സ്. അപ്പൊ $100 35% $35 ആണ്. 35-നെ അന്നത്തെ ബൈ പ്രൈസ് ആയ 0.01 കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഹരിച്ചപ്പോഴാണ് അന്ന് വില വന്നത്. അങ്ങനെ 35-നെ 0.0 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ ഫൈനൽ കോയിന്റെ എണ്ണം 3500 എന്ന് വന്നു. അപ്പൊ ലിക്വിഡിറ്റി 52 വന്നു, കോയിന്റെ എണ്ണം 3500 വന്നു. 52 ഡിവൈഡഡ് ബൈ 3500 കണ്ടെത്തിയപ്പോ പുതിയൊരു ബൈ പ്രൈസ് അവിടെ സെറ്റായി 0.01485. അങ്ങനെ വന്നപ്പോ നേരത്തെ ഫിക്സ് ചെയ്ത 0.01 എന്ന ബൈ പ്രൈസ് ഓട്ടോമാറ്റിക് സെൽ പ്രൈസ് ആയിട്ട് സെറ്റായി 0.01 USDT. സോ ഫസ്റ്റ് ട്രാൻസാക്ഷനിലൂടെ വില മാറ്റം വന്നു. ഇന്നും അതേ പ്രോസസ്സാണ് നടക്കുന്നത്. ഇന്ന് $100 കൊണ്ട് ഒരാൾ വാങ്ങിയാൽ, അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം $20 രജിസ്റ്റർ ചെയ്ത ആളായിരിക്കണം. എന്നിട്ട് $100 കൊണ്ട് അദ്ദേഹം വാങ്ങുമ്പോൾ സിസ്റ്റം ചെയ്യുന്നത് $35-ന് 2.13829 എന്ന വിലയ്ക്ക് യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ 35 ഡിവൈഡഡ് ബൈ 2.13829 എന്ന് പറയുന്നത് എത്ര യൂണിറ്റ് ആണോ അത്രയും യൂണിറ്റ് മാത്രമേ ഇന്നൊരാൾക്ക് ലഭിക്കൂ. ആദ്യത്തെ കസ്റ്റമർക്ക് കിട്ടിയത് 3500 യൂണിറ്റ്. ഇന്ന് ഒരാൾ $100 വാങ്ങിയാൽ എത്ര യൂണിറ്റ് ലഭിക്കും? നമുക്കൊന്ന് കണക്കൂട്ടി നോക്കാം. 35 ഡിവൈഡഡ് ബൈ 2.13829 കിട്ടും 16.36 യൂണിറ്റ്സ്. നോക്കൂ, 2024 മാർച്ച് 21 മുതൽ 2025 ജൂൺ മാസം 23 വരെയുള്ള ഈ ഗ്യാപ്പിൽ ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന 3500 യൂണിറ്റ് വെറും 16.3682 യൂണിറ്റ് ആയിട്ട് കുറയുന്നു. ഈ ലോജിക്കിൽ സിസ്റ്റം അപ്ലൈ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന സപ്ലൈ കുറച്ചു കൊണ്ടുവരിക എന്ന പ്രോസസ് ആയിരുന്നു. ഇത് തന്നെയാണ് ബിറ്റ്കോയിന്റെ അൽഗോരിതം നമ്മൾ കാണാൻ പോകുന്നത്. ബിറ്റ്കോയിന്റെ അൽഗോരിതം നമ്മൾ നോക്കിയാൽ 2009 മുതൽ എടുത്താൽ അവരുടെ സപ്ലൈ, മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന സപ്ലൈനെ കുറച്ച് കൊണ്ടുവരികയാണ്. ഓരോ 4 വർഷത്തിലും ഹാൽവിംഗ് പ്രോസസ്സിലൂടെയാണ് അത് കുറച്ച് കൊണ്ടുവരുന്നത്. പക്ഷെ ആ ലോജിക്ക് അങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചതുരോഷൻ ആദ്യത്തെ ദിവസം മുതൽ വില നിർണ്ണയിക്കുന്ന കണക്ക് എന്താണ്? ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ.
ഇതിൽ സപ്ലൈ എങ്ങനെയാണ് കുറയുന്നത്? കൃത്യമായ അനുപാതം നമ്മളെ കാണിച്ചു തരുന്നു. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട യൂണിറ്റ്സ് എപ്പോഴെങ്കിലും ഒന്ന് വിറ്റാൽ സിസ്റ്റം ചെയ്യും, ആ യൂണിറ്റ് അത്രയും ബേൺ ചെയ്ത് കളയും. ആ യൂണിറ്റ് ബേൺ ചെയ്യുമ്പോൾ ഇപ്പോ 2,03,990 യൂണിറ്റ്സ് ഉണ്ട്. ആരുടെങ്കിലും വാലറ്റിൽ 990 യൂണിറ്റ് ഉണ്ട്. അത് അദ്ദേഹം സെല് ചെയ്യാൻ തീരുമാനിച്ചാൽ സിസ്റ്റം അത്രയും യൂണിറ്റ് ബേൺ ചെയ്ത് കളയും. ബാക്കി എത്രയും ഉണ്ടാകും? 2,03,000 യൂണിറ്റ്സ് മാത്രമേ ഉണ്ടാകൂ. പക്ഷെ 990 യൂണിറ്റ്സ് ബേൺ ചെയ്യുമ്പോൾ അവിടെ സിസ്റ്റം ഒരു പേ ഔട്ട് കൊടുക്കണം. കാരണം അവർ വിൽക്കുന്നതാണ് ബേൺ ചെയ്യാൻ പോകുന്നത്. വിൽക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ എത്ര കോയിൻ ആണുള്ളത് അത്രയും കോയിൻ നമുക്ക് സെല് ചെയ്യാം. 990 എന്ന് കൊടുക്കുമ്പോൾ അവിടെ കാണാം അതിന് എത്ര പേ ഔട്ട് കൊടുക്കുമെന്ന് കൃത്യമായിട്ട് കാണാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവിടെ വയ്ക്കുന്നു. അങ്ങനെ വിൽക്കുന്ന സമയത്ത് സിസ്റ്റം ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ആ സമയത്ത് സെൽ പ്രൈസ്, സെൽ പ്രൈസ് എത്രയാണ്? 2.138287 ആണ് ഇപ്പോഴത്തെ സെൽ പ്രൈസ്. 2.838217 ഇൻറ്റു 990. ഇതാണ് $2,809 അവിടെ പേ ഔട്ട് കൊടുക്കണം. സിസ്റ്റം അത്രയും പേ ഔട്ട് കൊടുക്കില്ല, ഇതിന്റെ 90% മാത്രമേ കൊടുക്കൂ. സോ $2,528 ആ ഒരു കസ്റ്റമർക്ക് സിസ്റ്റം കൊടുക്കും. അത് കൊടുക്കുന്നത് ഈ ലിക്വിഡിറ്റിയിൽ നിന്നാണ്. സോ വളരെ കൃത്യമായ ഒരു കണക്ക്. ഒരു ലിക്വിഡിറ്റി എന്തിനു വേണ്ടി സിസ്റ്റത്തിൽ കീപ്പ് ചെയ്തിരിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഈ ഒരു മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ മാത്രമാണ്. സോ ഫൈനൽ ലിക്വിഡിറ്റി എന്താണ്, ഫൈനൽ കോയിൻ എന്താണ്, അത് തമ്മിൽ ബൈ പ്രൈസുമായിട്ടുള്ള ബന്ധം എന്താണ്, സിസ്റ്റത്തിൽ കാണുന്ന കോൺട്രാക്ട് ബാലൻസ് എത്രയാണ്? $5,08,582. അത് എന്തിനുള്ളതാണ്? ഈ വാല്യൂ നിർണ്ണയിക്കപ്പെടുമ്പോൾ അതിന്റെ ബാക്കപ്പായി നിൽക്കുന്നതാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ 2,03,990 കോയിൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ സെല്ല് ചെയ്യപ്പെട്ടാൽ ഈ സെൽ പ്രൈസിൽ സെല്ല് ചെയ്യാം. പക്ഷേ ലോകത്ത് ഒരാൾക്ക് മാത്രമേ ഈ സെൽ പ്രൈസിൽ സെല്ല് ചെയ്യാൻ സാധിക്കൂ. അയാൾ സെല്ല് ചെയ്താൽ അപ്പൊ തന്നെ വില മാറും. ഇൻസ്റ്റന്റ് പേയ്മെന്റ് കിട്ടുകയും ചെയ്യും 90%. ഇപ്പൊ ഞാൻ കൊൽക്കത്തയിൽ ഇരുന്നു കൊണ്ട് ഒരു സുഹൃത്തിന് ഒരു കോയിൻ സെല്ല് ചെയ്ത് കാണിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയിൻ എടുത്ത് പരിശോധിക്കാം. ആ ഒരു കോയിൻ സെല്ല് ചെയ്ത പ്രോസസ്സ് ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണിച്ചപ്പോ എന്ത് സംഭവിച്ചു നമുക്കൊന്ന് പരിശോധിക്കാം. BSC സ്കാനിലേക്ക് ഞാൻ ജസ്റ്റ് പോവുകയാണ്. BSC സ്കാനിൽ നമുക്ക് ഹ്യൂമൻ വെരിഫിക്കേഷൻ കഴിയുമ്പോൾ അത് നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാം. സോ BSC സ്കാനിൽ അത് നമുക്ക് ആ ട്രാൻസാക്ഷൻ നടന്ന ഇവന്റിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനുവേണ്ടി മെത്തേഡ് ഓഫ് ട്രാൻസാക്ഷൻ ക്രോസ് ചെക്ക് ചെയ്യണം. ക്ലെയിം MLM, ഡെപ്പോസിറ്റ് ടെറർ, ക്ലെയിം വിർച്വൽ. 33 മിനിറ്റ് മുമ്പ് ഒരു ക്ലെയിം വിർച്വൽ നടന്നിട്ടുണ്ട്. അത് എത്ര കോയിന്റെ ആണെന്ന് അറിയണമെങ്കിൽ ടോക്കൺ ട്രാൻസ്ഫറിൽ പോയി നോക്കണം. സോ ടോക്കൺ ട്രാൻസ്ഫറിലേക്ക് നമ്മൾ പോകുന്നു. ക്ലെയിം വിർച്വൽ എന്ന ഇവന്റ് എടുക്കുന്നു. 33 മിനിറ്റ് മുമ്പോഴാണ് അവിടെ $11 യൂണിറ്റ്സ് ആണ് വിറ്റത്. അതല്ല ആ യൂണിറ്റ്. നമുക്ക് വീണ്ടും ഒന്ന് പോയി നോക്കാം. അടുത്ത ക്ലെയിം വിർച്വൽ എന്താണെന്ന് നോക്കാം. അടുത്ത ക്ലെയിം വിർച്വൽ നടക്കുന്നത് ഇവിടെയാണ്. 44 മിനിറ്റ് മുമ്പാണ്. 44 മിനിറ്റ് മുമ്പ് നടന്നത് $192 യൂണിറ്റ്സ് ആണ് സെല് ചെയ്തിരിക്കുന്നത്. അതുമല്ല, വീണ്ടും നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ക്ലെയിം വിർച്വൽ നടന്നിട്ടുണ്ട് 52 മിനിറ്റ് മുമ്പ്. 52 മിനിറ്റ് മുമ്പ് നടന്നത് $96 ആണ്. അതുമല്ല, വീണ്ടും അടുത്ത ക്ലെയിം വിർച്വലിലേക്ക് ഒന്ന് പോയി നോക്കാം. വീണ്ടും ക്ലെയിം വിർച്വൽ 1 മണിക്കൂർ മുമ്പ് നടന്നിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് നടന്ന യൂണിറ്റ് $35 ആണ്. അതുമല്ല. സോ ഓരോ ക്ലെയിം വിർച്വലും ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കി ഞാൻ പരിശോധിക്കുകയാണ് ഞാൻ ചെയ്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ 10.28. അതുമല്ല, വീണ്ടും അടുത്ത ക്ലെയിം വിർച്വലിലേക്ക് ഞാൻ പോവുകയാണ്. ഇതും ക്ലെയിം വിർച്വൽ ആണ്. 1 മണിക്കൂർ മുമ്പാണ് ആ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. നോക്കാം, 1.92. ഇതാണ് ഞാൻ ചെയ്ത ഒരു കോയിന്റെ സെല്ല്. കാരണം 2.13 വിലയുള്ളപ്പോ ഞാൻ ഒരു യൂണിറ്റ് സെല്ല് ചെയ്തപ്പോ സിസ്റ്റം അതിന്റെ 10% കുറച്ചിട്ട് സിസ്റ്റം എന്ത് ചെയ്തു? $1.92 എന്റെ വാലറ്റിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നു. സോ ഈ ട്രാൻസാക്ഷൻസ് ഇത്രയും പക്കയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന, ഇത്രയും ആധികാരികമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഇതാണ് ടെത്രോഷിന്റെ പ്ലാറ്റ്ഫോം. അത് ട്രാൻസ്പെറന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ അതിലേക്ക് ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റത്തിന്റെ മെനുവും തയ്യാറാക്കി തന്നിട്ടുണ്ട്. സോ ലോഗ് ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ടോം ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ സിസ്റ്റം വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന്, ടെത്രോഷിന്റെ പ്രൈസ് എത്രയാണോ അതിന്റെ 5 ഇരട്ടിയാണ് ടോബ മാർക്കറ്റ് പ്ലേസിലെ പ്രൈസ്.
അപ്പൊ $2.13 റേഞ്ചിലുള്ള ആ പ്രൈസ് ഇവിടെ വരുമ്പോ അത് 10.68 ആയിട്ട് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവിടെയുള്ള വിലയുടെ 5 ഇരട്ടി 10.691445 ആയി മാറി. നോക്കൂ, ഈ പ്ലാറ്റ്ഫോമിൽ സിസ്റ്റം വച്ചിരിക്കുന്നത് എന്താണ്? ഇത് ടോവ എന്ന പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 2 മെനു ഉണ്ട്. ഒന്ന് ടോവ എന്ന മെനു, പ്രൈസ് എന്ന മെനു ഉണ്ട്. ടോവ മെനുവിൽ നിന്നാണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ അതേ രൂപമാണ്, അല്ലെങ്കിൽ ഒരു ഫോറക്സ് മാർക്കറ്റിന്റെ അതേ രൂപമാണ്, അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിന്റെ അതേ രൂപമാണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിന്റെ അതേ രൂപമാണ്. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും സങ്കേതമാണ്. ടെതറോഷ്യൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തരുന്നു, വിൽക്കുമ്പോൾ സിസ്റ്റം തിരിച്ചെടുത്ത് ബേൺ ചെയ്ത് കളയുന്നു, പകരം ലിക്വിഡിറ്റിയിൽ നിന്ന് പേയ്മെന്റ് കൊടുക്കുന്നു. എന്നാൽ ടോവ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ വാങ്ങുന്ന യൂണിറ്റ് ടോവ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് സിസ്റ്റം ജനറേറ്റ് ചെയ്ത് തരും. സെയിം ടൈം മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് വാങ്ങാനും സാധിക്കും. രണ്ടും ടോവ യൂണിറ്റ് ആണ്, ടെതറോഷ്യൻ വിർച്വൽ അസറ്റ് ആണ്. നമ്മുടെ കയ്യിൽ എത്ര ടെതറോഷ്യൻ വിർച്വൽ അസറ്റ് ഉണ്ട്? ഇപ്പോ എന്റെ കയ്യിലുള്ള ടോട്ടൽ വിർച്വൽ അസറ്റിന്റെ എണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2148.04 ടോവ എന്റെ കൈവശമുണ്ടെന്ന് പറയുന്നു. അതിന്റെ ടോട്ടൽ വാല്യൂ $22,965 ആണെന്നും പറയുന്നു. സെല്ല് ചെയ്യാം. സെല്ല് ചെയ്യുമ്പോൾ എനിക്ക് തരാവുന്ന പരമാവധി ലാഭം എന്ന് പറയുന്നത് 1.3x ആണ്. 130 ലാഭം. ഓരോ ട്രേഡിൽ നിന്നുമാണ് ലാഭം എടുക്കേണ്ടത്. സോ ടോവ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ ഓരോ ടോവയുടെ വാല്യൂവും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വാങ്ങലും വഴി എത്ര യൂണിറ്റ് നമുക്ക് ലഭിച്ചു, ആ ഓരോ യൂണിറ്റിനും 30% ലാഭം എടുക്കാം. ഇവിടെ $56 വാങ്ങിച്ചിട്ടുണ്ട്. അതിലൂടെ എനിക്ക് കിട്ടിയത് 5.27 ടോവയാണ്. അപ്പൊ $56 130% വരെ എനിക്ക് എടുക്കാം. അതിൽ കൂടുതൽ എടുക്കാൻ സാധിക്കില്ല. സോ ഓരോ ട്രേഡ് നടക്കുമ്പോഴും ആ ട്രേഡിന്റെ ലാഭം 30% എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിന്റെ ലോജിക്ക് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. എന്താണ്? വില കൂടുക മാത്രം ചെയ്യുന്ന ഒരു സിസ്റ്റം, വില ഒരിക്കലും കുറയാത്തൊരു സിസ്റ്റം. സ്വാഭാവികമായിട്ടും നമ്മളിൽ പലർക്കും ലാഭം മാത്രം പ്രതീക്ഷിച്ചു പോകുന്നതുകൊണ്ട് ലാഭം മാത്രം കിട്ടുന്ന ഒരു മേഖലയാണെങ്കിൽ വാങ്ങി വിൽക്കാതിരിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഈവൻ ടെതറോഷ്യനിൽ പല ആളുകളുടെ കയ്യിലും ഇന്ന് 5 ഇരട്ടിയും 6 ഇരട്ടിയും 10 ഇരട്ടിയും എല്ലാം യൂണിറ്റ് വന്നിട്ടുണ്ട്, വില വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നും വിൽക്കാതെ നോക്കി നിൽക്കുന്ന ഇഷ്ടംപോലെ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് ലാഭം ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. എനി ടൈം എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. ഒരു ബാങ്കിങ് സെക്ടർ പോലെയാണ്. ഏത് പാതിരാത്രിക്കും അവർക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ ടോട്ടൽ ഗ്രോത്തിനെ വിഡ്രോ ചെയ്തെടുക്കാം. പക്ഷെ ടെതറോഷ്യൻ പ്ലാറ്റ്ഫോമിൽ കണ്ടീഷൻ പറഞ്ഞത് 200%. അപ്പൊ $1000 വാങ്ങിയാൽ $2000 വരെ വിൽക്കാം. $100 വാങ്ങിയാൽ $200 വരെ വിൽക്കാം. $50 വാങ്ങിയാൽ $100 വരെ വിൽക്കാം. അപ്പോ വില കയറി $10,000 ആയി എന്ത് ചെയ്യും? 2000 വരെ വിൽക്കാം. ബാക്കിയുള്ളത് വിൽക്കണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. ആ റീബൈ ചെയ്യുന്ന പ്രോസസ്സിൽ വീണ്ടും സിസ്റ്റത്തിൽ വില കൂടുന്ന പ്രോസസ്സ് ലഭിക്കുകയാണ്. വാങ്ങിയപ്പോൾ വില കൂടി, വിറ്റപ്പോൾ വില കൂടി, റീബൈ ചെയ്യുമ്പോഴും വില കൂടി, വീണ്ടും വിൽക്കുമ്പോൾ വില കൂടി, വീണ്ടും റീബൈ ചെയ്യുമ്പോൾ വില കൂടി. ഇങ്ങനെ ടെതറോഷ്യന്റെ സിസ്റ്റത്തിൽ ബാക്കി എല്ലാവർക്കും ലാഭം ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ടാണ് ടെതറോഷ്യന്റെ സിസ്റ്റം പോകുന്നത്. എന്നാൽ ടോവ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ എത്ര വാങ്ങിയാലും 30% ലാഭത്തിലെത്തിയാൽ വിറ്റേ പറ്റൂ. പക്ഷെ വിൽക്കുന്നതിന് ചില കണ്ടീഷൻസ് സിസ്റ്റം പറയുന്നുണ്ട്. ഇവിടെ ടോവയിൽ നിന്ന് വാങ്ങിയ യൂണിറ്റുകൾ ഉണ്ടാകും, മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയ യൂണിറ്റ് ഉണ്ടാകും. ഈ 2 യൂണിറ്റും വിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലെ യൂണിറ്റ് ആദ്യം വിൽക്കാൻ ഇടണം. അത് വിറ്റ് പോയാൽ മാത്രമേ മറ്റു പ്ലാറ്റ്ഫോമിലെ യൂണിറ്റ്സ് നമുക്ക് വിൽക്കാൻ സാധിക്കൂ. ഇങ്ങനെയാണ് സിസ്റ്റം പറയുന്നത്. ഒരു സെൽ ഓർഡർ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അടുത്ത സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. 130% ആകാതെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ സെൽ ഓർഡറിന്റെ ബട്ടൺസ് ഇനാക്റ്റീവ് ആയി നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇനാക്റ്റീവ് ആയി നിൽക്കുന്നത്? ഒന്നുകിൽ നമുക്കൊരു സെൽ ഓർഡർ ആക്റ്റീവ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ വാങ്ങിയ യൂണിറ്റ് 30% എത്തിയിട്ടുണ്ടാകില്ല. അപ്പോ ടോവ യൂണിറ്റിൽ, ടോവ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ യൂണിറ്റ് വരുന്നത്? ഇത്രയേ ഉള്ളൂ. സിസ്റ്റത്തിലൊരു ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആരാണോ ക്ലിക്ക് ചെയ്യുന്നത്, ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ ID ഏത് റേഞ്ചിൽ നിൽക്കുന്നോ, ഒരു അഫിലിയേറ്റ് ID ആണ് അദ്ദേഹത്തിൻ്റെതെങ്കിൽ അവിടെ ടോവ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ടെതറോഷ്യനിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കയറുന്നു. ടെതറോഷ്യൻ ലോഗിൻ ചെയ്തതിനു ശേഷം ജസ്റ്റ് ജോയിൻ ചെയ്ത ഒരാളെ അഫിലിയേറ്റ് എന്നാണ് സിസ്റ്റം വിളിക്കുന്നത്. അതിനനുസരിച്ച് റാങ്കുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിക്കും. സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് പോലുള്ള റാങ്കുകൾ നേടാൻ സാധിക്കും. ഓരോ റാങ്കിനനുസരിച്ചും പർച്ചേസിൽ വ്യത്യാസവും ഉണ്ട്. സോ ഇതൊരു അഫിലിയേറ്റ് ഒരു ID ആണ്. അഫിലിയേറ്റ് ID യിൽ ഒരു ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ
ഞാൻ $1000 എന്ന് കൊടുത്താൽ സിസ്റ്റം അത് വാങ്ങുന്നത് 400-600 എന്ന റേഷ്യോയിലാണ്. 400 സിസ്റ്റത്തിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നു, അതിനൊരു 5% എക്സ്ട്രാ ടോവ കിട്ടും. മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് ബാക്കി 60% വാങ്ങുക, 600. സോ മാർക്കറ്റ് പ്ലേസിലുള്ള എത്രയോ സെൽ ഓർഡറുകൾ ഫിനിഷ് ആയി പോകും. ഇതാണ് സിസ്റ്റം വെച്ചിരിക്കുന്ന ലോജിക്. ഇനി ഇതേ സമയത്ത് ഒരു ഗോൾഡ് റാങ്കുകാരാണെങ്കിൽ, ഞാൻ ഗോൾഡ് റാങ്കിലുള്ള ഒരു ID എടുത്തുകൊണ്ട് ഞാൻ അത് പരിശോധിച്ച് കാണിച്ചു തരാം. ഗോൾഡ് റാങ്കിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ സിസ്റ്റത്തിൽ അതേ വാങ്ങൽ പ്രക്രിയ ഗോൾഡ് റാങ്കുകാരൻ ചെയ്യുമ്പോൾ സിസ്റ്റം പറയുന്നു അവിടെ വാങ്ങുന്ന ആൾക്കാർക്ക് സിസ്റ്റത്തിൽ വീണ്ടും ഒരു പ്രത്യേകതയുണ്ട്. ആ വാങ്ങുന്ന യൂണിറ്റുകളുടെ റേഷ്യോ ഗോൾഡ് റാങ്കുകാർക്ക് നേരെ തിരിച്ചായിരിക്കും. ആ വാങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം. $1000 കൊണ്ട് ഞാൻ ഗോൾഡ് റാങ്കിലുള്ള IDയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ സിസ്റ്റം പറയുന്നു $600 ടോവയിൽ നിന്ന് വാങ്ങും, 400 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങുക. സോ ഒരു റാങ്കിനെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു അനുപാതത്തിൽ ഒരു മാറ്റം സിസ്റ്റം പറയുന്നു. വീണ്ടും ഫസ്റ്റ് ID ഡയമണ്ട് റാങ്കിലാണ്. ഡയമണ്ട് റാങ്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും എനിക്ക് മാറ്റമുണ്ട്. ആ മാറ്റം എങ്ങനെയാണ്? ആ മാറ്റം 80-20 എന്ന തോതിലായിരിക്കും. ഇപ്പൊ $1000 കൊണ്ട് ബൈ ചെയ്താൽ എനിക്ക് $800 ടോവയിൽ നിന്നും $200 മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അതെന്താ അങ്ങനെ? തീർച്ചയായും അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ടോവയിൽ നിന്ന് വാങ്ങുന്ന യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ ഈ സിസ്റ്റത്തിന് മുമ്പിലുണ്ട്. ഒന്ന്, കമ്മീഷൻസ് റിലീസ് ആകുന്നത് ടോവയിൽ നിന്ന് വാങ്ങുന്ന യൂണിറ്റിന് വേണ്ടി മാത്രമായിരിക്കും. 2, കമ്മീഷൻസ് വിഡ്രോ ചെയ്യുന്നത് 300 മടങ്ങ് എന്ന ലിമിറ്റ് ആണ്. ആ ലിമിറ്റ് വെച്ച് നോക്കുമ്പോൾ ടോവയിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ 3 ഇരട്ടി മാത്രമേ കമ്മീഷനായിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ എല്ലാവർക്കും 40-60 എന്ന തോതിൽ തന്നെയാണെങ്കിൽ $400 മാത്രമേ ടോവയിൽ ബൈ ചെയ്യൂ. 400ന്റെ 3 ഇരട്ടി $1200 മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഒരു ഡയമണ്ട് ലീഡറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ബിസിനസ് ഓർഗനൈസേഷനിൽ ധാരാളം ആൾക്കാരുണ്ടാവും. ഇപ്പോ എന്റെ ഓർഗനൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ ഞാൻ 25 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 201 പേർ ഇപ്പോൾ ടീമിലുണ്ട്. ഈ ആളുകളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഈ ആളുകളുമായിട്ട് യാത്ര ചെയ്യാൻ, ഈ ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ എനിക്ക് ധാരാളം യാത്ര ചെയ്യേണ്ട ഒരാളാണ്. സ്വാഭാവികമായിട്ട് എക്സ്പെൻസ് ധാരാളമായിട്ട് ഉണ്ടാകും. ഈ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യണമെങ്കിൽ എന്റെ വരുമാനത്തിൽ നിന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. എനിക്ക് കൂടുതൽ ഇൻകം വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും അത് ഒരുപാട് പ്രതിസന്ധികൾ ബിസിനസ്സിൽ ഉണ്ടാക്കും. സോ ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ആ കണ്ടിന്യൂറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ ഒരു അനുപാതത്തിലേക്ക് സിസ്റ്റം വന്നു കഴിഞ്ഞു. ഇനി ഈ സിസ്റ്റത്തിൽ ഓരോ ആളുകളും ഓർഡർ ചെയ്യുമ്പോൾ സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും ആ ഓർഡറുകളെല്ലാം പ്ലേസ് ചെയ്യുന്ന ഒരു ക്യൂയിലാണ്. ആ ക്യൂവിൽ പ്ലേസ് ചെയ്യുന്ന ഓർഡർ അതിന് കൃത്യമായ അനുപാതം ഉണ്ടാകും. ഇവിടെ അവൈലബിൾ ടോവ എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഐഡിയിൽ 332 ടോവ, 204 USDT ആണ്. 132 USDT, 204 USDT, 130 USDT, 500 USDT, 32 USDT, 130 USDT. പക്ഷെ വളരെ ചുരുങ്ങിയ എമൗണ്ടുകൾ മാത്രമേ പല ഓർഡറിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ചിലതിലെല്ലാം 500 ഉണ്ട് താനും. ഈ ഓർഡറുകളെല്ലാം ഒരു ക്യൂവിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എന്റെ ഓർഡർ നിൽക്കുന്നത് 3537ാമത്തെ ഓർഡർ ആയിട്ടാണ്. ഇവിടെ എന്റെ സെൽ ഓർഡർ ഫിനിഷ് ചെയ്യാൻ ഞാൻ എന്ന വ്യക്തി ഈ ക്യൂവിൽ നിന്ന് പുറത്താക്കാതെ നോക്കി നിൽക്കണം. അങ്ങനെ പുറത്താക്കാതെ നോക്കി നിന്നാൽ സെൽ ഓർഡർ വരുമ്പോ ഈ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയി എന്റെ ഓർഡർ ഒന്നാമതെത്തും. അപ്പൊ ഒരാൾ വാങ്ങാൻ വരുമ്പോ എന്റെ ഓർഡർ അവിടെ ഫിനിഷ് ആകും. എനിക്ക് പേയ്മെന്റ് കിട്ടും. പേയ്മെന്റ് കിട്ടുമ്പോൾ ഞാൻ ക്ലെയിം എന്ന ബട്ടൺ ഉണ്ട്. മാർക്കറ്റ് പ്ലേസിൽ പോയാൽ ആ സെൽ ക്ലെയിം എന്ന ഓപ്ഷനിൽ പോയിട്ട് എനിക്കത് ക്ലെയിം ചെയ്തെടുക്കാം. ഞാൻ ഇതുവരെ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്ലേസ് സെല്ലിൽ ഇങ്ങനെ ക്ലെയിം ബട്ടൺ ഉണ്ട്. ക്ലെയിം ചെയ്യുമ്പോൾ എന്റെ വാലറ്റിലേക്ക് ആ പേയ്മെന്റ് വരും. പേയ്മെന്റ് വരുമ്പോഴാണ് അടുത്ത സെൽ ബട്ടൺ ആക്റ്റീവ് ആകുക. അടുത്ത സെൽ ബട്ടൺ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് റീബൈ എന്ന് കാണാൻ സാധിക്കും. ഞാൻ എത്ര എമൗണ്ട് ആണോ സെല്ല് ചെയ്തത്, $500 ഞാൻ സെല്ല് ചെയ്തു, അതിന്റെ പകുതി $250 ഞാൻ റീബൈ ചെയ്യണം. എന്തിനാണ് ആ റീബൈ വരുന്നത്? ആ റീബൈ ചെയ്യുന്ന സമയത്ത് 100% മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മാത്രമേ സിസ്റ്റം അത് വാങ്ങൂ. ഇത് തൊട്ട് മുമ്പ് സിസ്റ്റത്തിന് ഒരു അപ്ഡേഷൻ വന്നപ്പോ അത് 40-60 എന്ന രൂപത്തിലായിരുന്നു. പക്ഷേ അവിടെ സിസ്റ്റം വാച്ച് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരു കസ്റ്റമർ ഇപ്പൊ $100 വിഡ്രോ ചെയ്തൊരു കസ്റ്റമർ ആണ്. അദ്ദേഹം $50 റീബൈ ചെയ്തത്. $50ന്റെ 40% $20 കൊണ്ട് ടോവയിൽ വാങ്ങി, 30% മാർക്കറ്റ് പ്ലേസിൽ വാങ്ങി. പക്ഷെ ഈ $20ന്റെ 30% ഗ്രോത്ത് $26.
അത് സെല്ല് ചെയ്യുമ്പോൾ 4% സർവീസ് ചാർജ് കഴിഞ്ഞ് അയാൾക്ക് കാര്യമായി ഒന്നും കിട്ടാനില്ല. പക്ഷെ ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഗ്യാസ് ഫീ ആയിട്ട് BNB കട്ടായി പോകുന്നുമുണ്ട്. അപ്പോ അദ്ദേഹം $50 വാങ്ങുന്നത് ഒരുമിച്ച് ഒരു സ്ഥലത്തു നിന്നാണെങ്കിലോ തീർച്ചയായും $50 ആ ലാഭം $65 കിട്ടും. സ്വാഭാവികമായിട്ടും 4% സർവീസ് ചാർജ് കഴിയുന്ന കിട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കാര്യമായി എന്തെങ്കിലും കിട്ടും. സോ ഗ്യാസ് ഫീ അവിടെ നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന് അത് മാനേജ് ചെയ്യാൻ സാധിക്കും. ഈ തിരിച്ചറിവിൽ നിന്ന് സിസ്റ്റം ഒരു ലോജിക്ക് തയ്യാറാക്കി. മാർക്കറ്റ് പ്ലേസിൽ റീബൈ വരണം. ആ റീബൈ വരുന്നത് മാർക്കറ്റ് പ്ലേസിൽ തന്നെ പോകണം. അങ്ങനെ വന്നപ്പോ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് വരുന്നത്? ഒന്ന്, ഒരു കസ്റ്റമർക്ക് അവരുടെ പർച്ചേസ് പാറ്റേൺ ഈസിയായി മാറി. ഒരു സിംഗിൾ പർച്ചേസിൽ നിന്ന് ഒരു സിംഗിൾ ഗ്യാസ് ഫീയിലൂടെ അവർക്ക് വളരെ സിമ്പിളായി അടുത്ത സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരുന്നു. രണ്ട് സിസ്റ്റത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ സിസ്റ്റത്തിന് ബൈ ഓർഡറുകൾ പെട്ടെന്ന് ഫിനിഷ് ആകും. ഉദാഹരണം, ഇന്ന് എല്ലാ ടീം വോളിയവും കൂടിയിട്ട് ഒരു $10 ലക്ഷം ബിസിനസ് ഇന്ന് ഇൻപുട്ടായി വന്നിരുന്നെങ്കിൽ 40-60 പ്രകാരമാണ് ആ ബിസിനസ് മുഴുവൻ പ്ലേസ് ആയതെന്ന് ഇമാജിൻ ചെയ്താൽ ഉറപ്പായിട്ടും $6 ലക്ഷം സെൽ ഓർഡർ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഫിനിഷ് ആയി പോകുന്നുണ്ടാകും. അങ്ങനെ $6 ലക്ഷം സെൽ ഓർഡർ മാർക്കറ്റ് പ്ലേസിൽ ഫിനിഷ് ആയാൽ ഇതെല്ലാം ക്ലെയിം ആയി ആളുകളുടെ അക്കൗണ്ടിലേക്ക് വരും. ഈ അക്കൗണ്ടിലെല്ലാം അടുത്ത സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി അതിന്റെ പകുതി റീബൈ ചെയ്യും. സോ ഒരു 3 ലക്ഷത്തിന്റെ സെൽ ഓർഡർ കൂടി മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പെട്ടെന്ന് ഫിനിഷ് ആകും. സോ മാർക്കറ്റ് പ്ലേസിന്റെ സെൽ ഓർഡർ ഫിനിഷ് ആകുന്ന പ്രോസസ്സിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നു. നേരത്തെ $6 ലക്ഷം ഫിനിഷ് ആയതാണ്, വീണ്ടും ഒരു $3 ലക്ഷം കൂടെയും ഫിനിഷ് ആയി. $9 ലക്ഷം സെൽ ഓർഡർ ഫിനിഷ് ആവുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമായി. വീണ്ടും ആ 3 ലക്ഷത്തിന്റെ പകുതി $1.5 ലക്ഷം വീണ്ടും മാർക്കറ്റ് പ്ലേസിലേക്ക് റീബൈ ചെയ്യപ്പെടും. സോ $10 ലക്ഷം സെൽ ഓർഡർ ഫിനിഷായി. ആ 1.5 ലക്ഷത്തിന്റെ പകുതി 75,000 വീണ്ടും റീബൈ ചെയ്യപ്പെടും. സോ 11 ലക്ഷത്തിന്റെ റീബൈ അവിടെ കംപ്ലീറ്റ് ആയി, റീസെല്ലിംഗ് അവിടെ കംപ്ലീറ്റ് ആയി. സോ ഒരു കണ്ടിന്യൂറ്റി മാർക്കറ്റ് പ്ലേസിന്റെ സെൽ ഓർഡറിലേക്ക് അവിടെ ലഭിക്കുകയാണ്. ഇത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ രൂപവുമാണ്. നമ്മൾ ഇപ്പോ ഈ മീറ്റിംഗ് ഹാളിലുള്ള എല്ലാവരും ചേർന്ന് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്ന ഇമാജിക്കുക. വേണ്ട, ഒരു 2 പേർ ചേർന്ന് $1 കോടി മുതൽ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി. ഇന്നായിരുന്നു അതിന്റെ ഇനാഗുറേഷൻ. ആ ബിസിനസിന്റെ ടേൺ ഓവർ ഇന്ന് പരിശോധിച്ച് വൈകുന്നേരം നോക്കിയപ്പോ ഏകദേശം ഒരു $10 ലക്ഷം വന്നിട്ടുണ്ടായിരുന്നു. $1 കോടി മുതൽ മുടക്കിയതാണ്. ഇന്ന് $10 ലക്ഷം വരുമാനമായിട്ട് കിട്ടി. 2 പേരായതുകൊണ്ട് അവരെന്ത് ചെയ്തു? വൈകുന്നേരം ആയപ്പോ 10 ലക്ഷം, 5 ലക്ഷം എടുത്തിട്ട് അവരവരുടെ വീട്ടിൽ പോയി. പിറ്റേ ദിവസം വീണ്ടും ഷോപ്പ് തുറന്നു, സെല്ല് നടത്തി. ഒരു $10 ലക്ഷം വീണ്ടും വരുമാനം കിട്ടി. 2 പേരും 5 ലക്ഷം എടുത്തിട്ട് പോയി. ഈ പ്രോസസ്സാണ് 2 വ്യക്തികൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചു നാൾ മാത്രമേ ആ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. കാരണം അവിടെ വരുന്ന ഐറ്റംസ് മുഴുവൻ അവിടെ വിറ്റ് തീർന്നിട്ടുണ്ടാകും. ഒരു ബിസിനസ് ഒരിക്കൽ പോലും ഒരാൾ അങ്ങനെ ചെയ്യാറില്ല. എങ്ങനെയാണ് ചെയ്യുക? ഇന്ന് ബിസിനസ് നടന്നാൽ കിട്ടുന്ന 10 ലക്ഷം അവർക്ക് എന്തെങ്കിലും ചെലവിന് ആവശ്യമെങ്കിൽ എടുക്കും, ബാക്കി മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യും, വീണ്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങി വയ്ക്കാൻ ഉപയോഗിക്കും. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്താണോ ചെയ്യേണ്ടത് അതിനുവേണ്ടി ആ പണം വീണ്ടും ഉപയോഗിക്കും. വീണ്ടും വരുമാനം കിട്ടിയാൽ വീണ്ടും അതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. സോ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു ഇൻപുട്ട് കൊടുത്താൽ ആ ഇൻപുട്ട് കുറെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പ്രോഫിറ്റ് എടുക്കുന്ന രൂപത്തിലേക്ക് മാറാൻ സാധിക്കൂ. അതായത് മാർക്കറ്റ് പ്ലേസ് എന്ന ബോക്സിലേക്ക് ഒരു ഫണ്ട് വന്നാൽ ആ ഫണ്ട് അവിടെ പല പ്രാവശ്യം റൊട്ടേഷന് വിധേയമാകുന്ന രൂപത്തിലേക്ക് മുൻപ് ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ട് എന്നർത്ഥം. അങ്ങനെ വരുമ്പോ ഇപ്പോ നിലവിൽ കാണുന്ന സെൽ ഓർഡർ ഫിനിഷ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു ബിസിനസ് വോളിയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടിന്യൂറ്റി സെൽ ഓർഡർ ഫിനിഷ് ആവുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കണ്ടിന്യൂറ്റിയിലേക്ക് സിസ്റ്റം ഒന്ന് എത്തിയാൽ, ആ ട്രാക്കിലേക്ക് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെൽ ഓർഡർ എന്നുള്ള സാധനം നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം മാറും. ഒരിക്കലും ഒരു 2 ദിവസമോ 3 ദിവസം പോലും കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സിസ്റ്റത്തിൽ നമ്മൾ ആർക്കും വരില്ല. അങ്ങനെ വരുമ്പോ വരുന്ന എല്ലാവരും വളരെ വേഗം സെൽ ഓർഡർ കൊടുത്ത് വളരെ വേഗം പേ ഔട്ട് എടുത്ത് വളരെ വേഗം റീബൈ ചെയ്ത് വളരെ വേഗം 30% അങ്ങനെ വളരെ വേഗം ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് സിസ്റ്റം മാറും. അങ്ങനെ മാറുന്ന ഒരു സമയത്തെക്കുറിച്ച് ഒന്ന് ഇമാജിൻ ചെയ്താൽ ഈ സിസ്റ്റത്തിൽ വലിയ സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. ഈ സാധ്യതകൾ മുഴുവൻ കിടക്കുന്നത് കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഈ സിസ്റ്റത്തിൽ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കമ്മ്യൂണിറ്റി എത്ര സ്പീഡിൽ ഈ സിസ്റ്റത്തെ ഏറ്റെടുക്കുന്നുണ്ടോ, ഈ കമ്മ്യൂണിറ്റി എത്ര സ്പീഡിൽ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റിയിലേക്ക് കടന്നു വരുന്നുണ്ടോ, അവിടെ നിന്ന് മാത്രമാണ് ഇതിന്റെ യഥാർത്ഥ ലോജിക്കിന്റെ പവർ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ
ഏകദേശം 295 പേർ ഇന്ന് ഈ മീറ്റിംഗ് ഹാളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 295 പേരും ഒരു കാര്യം മനസ്സിലാക്കിയാൽ വളരെ വളരെ ഭംഗിയായിട്ട് ഈ സിസ്റ്റത്തെ കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങനെ? ഇപ്പോൾ ഈ സിസ്റ്റത്തെ എത്ര കമ്മ്യൂണിറ്റി ഉണ്ട്? tetherOcean.com എന്ന സൈറ്റിൽ കയറി ആ സ്മാർട്ട് കൗണ്ടറിലേക്ക് ഒന്ന് പോയാൽ, കോൺട്രാക്ട് എന്ന മെനുവിൽ പോയാൽ സിസ്റ്റത്തിന്റെ മെനുകൾ കാണാൻ പറ്റും. ആ മെനുവിൽ യൂസർ ഐഡി എന്ന മെനു ക്ലിക്ക് ചെയ്താൽ കാണാം ഏതാണ്ട് ഒരു 9300 ചില്ലാൻ വാലറ്റ് മാത്രമേ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഈ മീറ്റിംഗ് ഹാളിലുള്ള പലരുടെയും വാലറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ വാലറ്റ്സ് ഐഡികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്റെ മൊബൈലിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു 3 വാലറ്റുകളുണ്ട്. ഈ 3 വാലറ്റുകൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സോ ആവറേജ് ഒരു 3 വാലറ്റ് കണക്കെടുത്താൽ 9300 എന്ന വാലറ്റിൽ നിന്ന് വെറും 3100 ആളുകളെ ഉള്ളൂ എന്ന കണക്കിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഈ 3100 ആൾക്കാർ നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കർണാടകയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ട്. ഞാനിപ്പോ നിൽക്കുന്ന ബംഗാളിലും ഇവിടുന്നും tetherOcean മെമ്പേഴ്സ് ഉണ്ട്. വളരെ ഭംഗിയായി ബിസിനസ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകളെല്ലാം ചേർത്ത് 3100 എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വെളിയിലും ആൾക്കാരും ഈ 3100 പെടും. സൗത്ത് ആഫ്രിക്കയിലുള്ള ആൾക്കാർ, ഉഗാണ്ടയിലുള്ള ആൾക്കാർ, UK-യിലുള്ള ആൾക്കാർ, ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ, വിയറ്റ്നാമിലുള്ള ആൾക്കാർ, ഫിലിപ്പീൻസിലുള്ള ആൾക്കാർ, തായ്ലാൻഡിലുള്ള ആൾക്കാർ, അതുപോലെ ഇന്തോനേഷ്യയിലുള്ള ആൾക്കാർ, മലേഷ്യയിലുള്ള ആൾക്കാർ, ദുബായിലുള്ള ആൾക്കാർ, സൗദി അറേബ്യയിലുള്ള ആൾക്കാർ, ഇവരെല്ലാം ശ്രീലങ്കയിലുള്ള ആൾക്കാർ, ഇവരെല്ലാം കൂടിച്ചേർന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ 3100. അപ്പൊ എത്രമാത്രം ആളുകൾക്ക് ഈ ആശയം അറിയാം? വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രം. അതിലും വെറും 300 പേർ മാത്രമേ ഈ മീറ്റിംഗ് ഹാളിൽ ഇപ്പോൾ ഉള്ളൂ. ഹിന്ദി സൂമിലും കുറച്ചു പേരുണ്ടാകും. ബാക്കി എല്ലാ ആൾക്കാരും ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയിലും ഈ സമയത്ത് ഇൻവോൾവ് അല്ല. ഒരുപക്ഷേ ഈ സിസ്റ്റത്തിൽ ഈ 3100 ആൾക്കാർ ആക്റ്റീവായിട്ട് ഇറങ്ങുന്ന ഒരു മൊമെന്റിനെ കുറിച്ച് ഒന്ന് ഇമാജിൻ ചെയ്താൽ, അവരെല്ലാം ഈ സിസ്റ്റത്തിന്റെ സാധ്യത മനസ്സിലാക്കി $1000 കൊണ്ട് ബൈ ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്താൽ $31 ലക്ഷം ബിസിനസ് നടക്കും. നോക്കൂ, $31 ലക്ഷം ബിസിനസ് നടക്കുമ്പോൾ അതിൽ 60% ലിക്വിഡിറ്റിയിലേക്ക്, മാർക്കറ്റ് പ്ലേസിലേക്ക് ബൈ ചെയ്യപ്പെടും. $10 ലക്ഷം 6 ലക്ഷമാണെങ്കിൽ 31 ലക്ഷം $18 ലക്ഷം സെൽ പ്രോസസ്സോടെ കംപ്ലീറ്റ് ആകും. മാർക്കറ്റ് പ്ലേസിൽ ഇപ്പോൾ ഉള്ളത് ഏകദേശം ഒരു $7.5 ലക്ഷം സെൽ ഓർഡർ മാത്രമാണ്. $7 ലക്ഷം സെൽ ഓർഡർ മാത്രം. ഒന്ന് കണക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാൻ പറ്റും അവൈലബിൾ യൂണിറ്റ്സിന്റെ എണ്ണം നമുക്ക് കാണാൻ സാധിക്കും. സോ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു ബൈ ഓർഡർ നടന്നാൽ കുറെ ബൈ ഓർഡറുകൾ നടത്താൻ കാത്തിരിക്കേണ്ടവരും അടുത്ത സെൽ ഓർഡർ വരുന്നത് വരെ. സിസ്റ്റത്തിൽ വളരെ ഭംഗിയായ ഒരു ലോജിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ട്രഡീഷണൽ ആയ സിസ്റ്റത്തിൽ നടത്തുന്നത് പോലെ വരുന്ന എമൗണ്ട് വീണ്ടും വീണ്ടും റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവത്തിലേക്ക് മാർക്കറ്റ് പ്ലേസ് എത്തിക്കഴിഞ്ഞു. പുതിയ എൻട്രിയിലൂടെ 60% ഫണ്ട് മാർക്കറ്റ് പ്ലേസിലേക്ക് വരുന്ന പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ലാഭമെടുത്ത ആൾക്കാർ പുറത്തു പോയാലും ആ ബോക്സിലേക്ക് ഫണ്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ മാർക്കറ്റ് പ്ലേസ് എന്ന ബോക്സ് വളരെ ഭംഗിയായി ഫണ്ടുള്ള ഒരു ബോക്സായി, ആക്ടിവിറ്റി ഉള്ള ഒരു ബോക്സായി, കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് എടുക്കുന്ന ഒരു ബോക്സ് ആയിട്ട് മാറുമ്പോൾ ഈ സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥാവിശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്രയും ബ്യൂട്ടിഫുൾ ആയ ഈ സിസ്റ്റത്തിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എല്ലാവരും കടന്നു വന്നു കഴിഞ്ഞു. ഈ സമയത്ത് ഈ ആശയം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായി മനസ്സിലാക്കാത്ത ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3100 തന്നെ ഈ സിസ്റ്റത്തിന്റെ യഥാർത്ഥ സയൻസ് മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ടാകാം. എങ്ങനെയാണ് ഈ 30% ലാഭം തരിക? എങ്ങനെയാണ് ഇവിടെ കണക്കുകൾ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇവിടെ വില മാറുന്നത്? ആ വില മാറ്റം വഴി കിട്ടുന്ന 30% എവിടുന്ന് തരുന്നു? ആര് തരുന്നു? എങ്ങനെ തരുന്നു? ലിക്വിഡിറ്റി ഈ 30% തരാൻ വേണ്ടിയുള്ളതാണോ? ഇതെല്ലാം പരസ്പര ബന്ധിതമായി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ അടുത്ത സമയങ്ങളിൽ ഞാൻ കുറെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലെല്ലാം വന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ആ സയൻസ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. സോ സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും, നമുക്കൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ കുറച്ചു പേർ tetherOcean വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൃത്യമായി വിളിച്ചിരുത്തി ഈ ആശയം പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനു വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ചോദിച്ചാൽ, ഇന്ന് സോഫ്റ്റ്വെയർ ടീമിൽ നിന്ന് റിപ്പോർട്ട് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻസിന് കിട്ടി. ആ റിപ്പോർട്ട് പ്രകാരം ക്ലെയിം ചെയ്തിട്ട്, അതായത് സെൽ ഓർഡർ ഫിനിഷായി, ക്ലെയിം ബട്ടൺ ആക്റ്റീവ് ആണ്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ പേയ്മെന്റ് എടുത്താൽ മാത്രമേ ആ സെൽ ഓർഡർ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ആ പ്രോസസ് ചെയ്യാത്ത
ഇപ്പോ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ചെയിനിൽ കിടക്കുന്ന ബാലൻസ് എമൗണ്ട് ഏകദേശം 1,02,045 USDT ആണ് അത്രേ. അതായത് സെല്ല് നടന്നു, ക്ലെയിം വന്നു, ക്ലെയിം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് എടുക്കാത്ത ആളുകളുടെ ടോട്ടൽ വോളിയം, USDT വോളിയം, വാലറ്റിൽ വെക്കുന്ന ഫണ്ട് $1,02,045. ഒന്ന് ചിന്തിക്കണം സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യണമെന്ന് അറിയില്ലാത്ത ആൾക്കാർ വരെയും ഒരുപക്ഷെ ഈ 3,100 ഉണ്ടാകാം. അപ്പോ എത്രമാത്രം ഡെപ്തിൽ ഈ സിസ്റ്റം മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യണം, എത്രമാത്രം ഡെപ്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ, നിങ്ങളുടെ വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറയണം. ഈ വോയിസ് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് ഐഡികൾ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട്, ആർക്കെങ്കിലും ക്ലെയിം എടുക്കാത്തത് ഉണ്ടെങ്കിൽ ക്ലെയിം എടുക്കണം. അവർക്ക് പേയ്മെന്റ് കിട്ടട്ടെ. ആ പേയ്മെന്റ് കിട്ടുമ്പോഴാണ് ആ സെൽ പ്രോസസ് കംപ്ലീറ്റ് ആകുക. സോ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ സിസ്റ്റത്തെ, വളരെ മനോഹരമായ സിസ്റ്റത്തിലൂടെ കൃത്യമായ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഏറ്റെടുക്കാൻ, ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാൻ അത് നമുക്ക് സാധിക്കുമെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നത് കൈ നിറയെ പണം തന്നെയാണ്. കാരണം ടെതറോഷനിൽ ഒരാളെ റെഫർ ചെയ്താൽ നമുക്ക് കമ്മീഷൻ ഉണ്ട്. ടോവയിൽ നിന്ന് ഒരാൾ യൂണിറ്റ് വാങ്ങുമ്പോൾ നമുക്ക് കമ്മീഷൻ ഉണ്ട്. മാർക്കറ്റ് പ്ലേസിൽ ഒരാൾ സെല്ല് ചെയ്യുമ്പോൾ 4% സർവീസ് ചാർജ് കൊടുക്കുന്നുണ്ട്. ആ സർവീസ് ചാർജിനെ ബേസ് ചെയ്ത് നമുക്ക് കമ്മീഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ പേയ്മെന്റ് എടുക്കാതെ ആ അപ്ലൈന് കമ്മീഷൻ റിലീസ് ആകില്ല. സോ സിസ്റ്റം വളരെ ബ്രില്യൻ്റ് ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആളുകൾക്ക് പൈസ കൊടുക്കലല്ല, എങ്ങനെയെങ്കിലും ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകലല്ല, കൃത്യമായ ലോജിക്കൽ തിങ്കിങ്ങിലൂടെയാണ് ഈ സിസ്റ്റം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സോ ഇതുവരെ നമുക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് അപ്ഡേഷനിലൂടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ഒരു ട്രാക്കിലേക്ക്, സിസ്റ്റത്തിന് വേണ്ട ഒരു ഫിനാൻഷ്യൽ ബാലൻസിലേക്ക് സിസ്റ്റം എത്തിക്കഴിഞ്ഞു. ഇനി ബിസിനസ് വോളിയം വരുന്ന സ്പീഡ് ഒന്ന് കൂടിയാൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യമാണ് 2.5 ദിവസം കൊണ്ട് 30% ഗ്രോത്ത് കിട്ടുന്നൊരവസ്ഥ, 3 ദിവസം കൊണ്ട് 30% ഗ്രോത്ത് കിട്ടിയ അവസ്ഥ, 5 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടും 30% ഗ്രോത്ത് കിട്ടിയ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര എക്സ്ട്രീം ലാഗിനെ കുറിച്ച് ചിന്തിച്ചാലും ഒരു 2 മാസം കൊണ്ട് സുഖമായിട്ട് ഒരു 30% ലാഭം എടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ ടെതറോഷനെ നമുക്ക് എക്കാലം ഉപയോഗിക്കാൻ സാധിക്കും. എങ്കിൽ ഞാനൊരു കണക്ക് പറയാം. ആ കണക്ക് ഇങ്ങനെയാണ്. സുഹൃത്ത് ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരാൻ ആഗ്രഹിച്ചാൽ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ട കണക്കുമാണത്. എന്ത്, $20 കൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കടന്നു വന്നു, $1000 കൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്താൽ ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്കൊരു 30% ലാഭം എടുക്കാം. 2 മാസം കൊണ്ട് 30% ലാഭം എന്ന് പറയുമ്പോൾ $1,300 സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 4% സർവീസ് ചാർജ്, $52 അവിടെ കുറയും. ആ സുഹൃത്തിനെ വളരെ വ്യക്തമായിട്ട് കണക്കുകളെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ $52 കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുന്നത് $1,248 ആണ്. സോ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹത്തിന്റെ ലാഭം $248. 2 മാസം കൊണ്ട് ഇത് കൃത്യമായി സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വർഷം കൊണ്ട് ഒരു 6 ട്രേഡ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. നേരത്തെ ഒരു ബിസിനസ് തുടങ്ങിയ 2 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞതുപോലെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഈ ബിസിനസിന്റെ പവർ. സോ ഒരു വർഷം ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ അവർ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് 2 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു അവസ്ഥ $248 അദ്ദേഹം നേടിക്കൊടുക്കുമെങ്കിൽ 6 ട്രേഡിലൂടെ $1,482 അദ്ദേഹത്തിന് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. അദ്ദേഹം ഉപയോഗിച്ച ക്യാപിറ്റൽ വെറും $1,000. അപ്പോ അത് $10,000 ആണെങ്കിലോ, അത് $1,00,000 ആണെങ്കിലോ പെർസെൻറ്റേജിൽ മാറ്റമൊന്നുമില്ല. അത് $100 ആണെങ്കിലോ ഇപ്പോഴും പെർസെൻറ്റേജിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ കിട്ടുന്ന ലാഭത്തിന്റെ തോത് കുറയും. $100 ആണെങ്കിൽ അവിടെ 1,482 സ്ഥാനത്ത് $148.8 മാത്രമേ കിട്ടൂ. മതിയല്ലോ. ഒരു $100 വെച്ച് ട്രേഡ് ചെയ്തപ്പോ ഒരു വർഷം കൊണ്ട് $148.8 ലാഭം എന്ന് പറഞ്ഞാൽ മൊത്തം സംഖ്യ $248 മാറിയെന്നർത്ഥം, എല്ലാ സർവീസ് ചാർജും കഴിഞ്ഞ്. ഇവിടെയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിന്റെ മഹത്വം തിരിച്ചറിയേണ്ടത്. നമ്മൾ ധാരാളം പ്ലാറ്റ്ഫോമിൽ പോകുന്ന ആൾക്കാരാണ്. അത് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയിലാകാം, അത് ഫോറക്സ് ഇൻഡസ്ട്രിയിലാകാം, അല്ലെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിലാകാം, അതല്ലെങ്കിൽ അത് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻഡസ്ട്രിയിലാകാം, അതല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിലാകാം.
ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേകതയാണ് ടോവ മാർക്കറ്റ് പ്ലേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം എന്താ? കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയിലൂടെ ഒരു ട്രേഡിലൂടെ 30% എന്ന ലാഭം, അതിൽ നിന്ന് 4% സർവീസ് ചാർജ് കഴിഞ്ഞ് കിട്ടുന്ന സംഖ്യയെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക്, ആ കണക്കിൽ $1 കൂടാനോ കുറയാനോ പോകുന്നില്ല. അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്താൽ ട്രേഡ് ചെയ്യാൻ ആളുകൾ ഈ സിസ്റ്റത്തിൽ കടന്നു വരും. അങ്ങനെ വരുന്ന ഒരു 50,000 ആൾക്കാർ ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ, 1,00,000 ആളുകൾ ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ, 5 ലക്ഷം ആളുകൾ ഈ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ, ചിന്തിക്കണം അവിടെ നടക്കാൻ പോകുന്ന ബിസിനസ് വോളിയത്തിന്റെ പവർ എത്രയാണ്. ഒരു 5 ലക്ഷം ആളുകൾ ഈ സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് 2.5 ലക്ഷം ആൾക്കാർ ബയേഴ്സും 2.5 ലക്ഷം ആൾക്കാർ സെല്ലേഴ്സുമായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. അങ്ങനെ ഒരു ഇമാജിനേഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. എന്താണ് കാൽക്കുലേഷൻ? നമുക്കൊന്ന് നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ എടുത്ത മെനു ഒന്ന് മാറിപ്പോയി, സോറി. കാൽക്കുലേറ്റർ ഒന്ന് ഷെയർ ചെയ്യണം, എങ്കിൽ മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. സോ 2 ലക്ഷം ആൾക്കാർ ഈ സിസ്റ്റത്തിൽ നിന്ന് വാങ്ങുന്നവരാണ്, 2 ലക്ഷം ആൾക്കാർ ഈ സിസ്റ്റത്തിൽ വിൽക്കുന്നവരാണ്. എല്ലാവരും $1000 കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ 2 ലക്ഷം ആൾക്കാര് ഒരു ട്രേഡിലൂടെ വിൽക്കുന്ന എമൗണ്ട് $1300 ആണെങ്കിൽ $52 വീതം ഒരു ട്രേഡിൽ അവർ സർവീസ് ചാർജ് കൊടുക്കും. നോക്കൂ എത്ര വലിയ സംഖ്യയാണ് സർവീസ് ചാർജായി കൊടുക്കുന്ന സംഖ്യ എന്ന്. ഇതിന്റെ 59%, 39ഉം 16ഉം 49, 55% സിസ്റ്റം റവന്യൂ ആയിട്ട് കൊടുക്കുകയാണ്. $71,50,000. ഒന്ന് ചിന്തിക്കണം, $71,50,000 റവന്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ കൃത്യമായ ഒരു ടീം സ്ട്രക്ചർ ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ ഒരു മാസത്തിൽ ആ ഒരു ട്രേഡ് മാത്രം നടന്നാൽ കിട്ടുന്ന റവന്യൂവിന്റെ പവർ എത്രയാണ്? ഇവിടെയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇന്നലെ നടന്ന ഡൗണിനെ കുറിച്ചും പൈസ നഷ്ടപ്പെട്ട സാഹചര്യത്തെ കുറിച്ചും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കേണ്ടത്. ഈ പ്ലാറ്റ്ഫോം സംതിങ് ഡിഫറെന്റ് ആണ്. ഇതുവരെ നമ്മൾ കാണാത്ത, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ആശയം ടെതറോസ് എന്ന ഈ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ടോവ എന്ന മാർക്കറ്റ് പ്ലേസിലുണ്ട്. ഇത് കേവലം ഒരു തട്ടിക്കൂട്ടിയ ഒരു സിസ്റ്റമായിട്ട് കാണാൻ നമുക്ക് ആർക്കും പറ്റാൻ സാധ്യതയില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ. ഇതിന്റെ പവർ തിരിച്ചറിയുമ്പോൾ നഷ്ടപ്പെട്ട ദിനങ്ങളെക്കുറിച്ച് സങ്കടത്തോടെ ഓർക്കുന്ന ആളുകളായിട്ട് നമ്മൾ ആയിരിക്കലും മാറാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റം മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു പറ്റം ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ, ഈ സിസ്റ്റത്തിന്റെ സാധ്യത എന്താണെന്ന് തിരിച്ചറിയാൻ, ആ സാധ്യത തിരിച്ചറിഞ്ഞ് ഈ സിസ്റ്റത്തിനെ റിയൽ ആയിട്ട് ഏറ്റെടുക്കാൻ, ഈ സിസ്റ്റത്തിന്റെ പവർ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷന്റെ ഈ ഭാഗം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സൂം പ്രസന്റേഷൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. നമുക്ക് വീണ്ടും അടുത്ത ബുധനാഴ്ച നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു. ഹാവ് എ നൈസ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്.